രണ്ടാമത്തെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ സർക്കിൾസ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് പോയിന്റ്സ്, ഒരു പോയിന്റിന്റെ ബിന്ദുക്കളുടെ കൂട്ടമാണ്. ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിലുള്ള കുറേ ബിന്ദുക്കളുടെ കൂട്ടമാണ് സർക്കിൾ. ആ ഇക്യു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്? സെന്റർ. അപ്പൊ എന്താണ് സർക്കിൾ എന്ന് മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് സർക്കിൾ എന്ന് മനസ്സിലായല്ലോ? സെന്റർ. ഈ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഞാനൊരു വര വരച്ചാൽ ഇക്യു ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? റേഡിയസ്. അപ്പൊ ഞാൻ ഈ പടത്തിൽ ഒരു റേഡിയസ് വരച്ചു. സർക്കിളിന്റെ റേഡിയസ്, എങ്ങോട്ടുള്ള റേഡിയസും എന്താണ്? ഈ അകലോ എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ഇതിന് പറയുന്ന പേരെന്താണ്? ഇത് സെന്റർ ആണ്. സെന്ററിൽ കൂടി വരച്ച കോഡ് അല്ലേ? സർക്കിളിലെ 2 പോയിന്റിനെ യോജിപ്പിക്കുമ്പോൾ വരയ്ക്കുന്ന വരയ്ക്ക് പറയുന്ന പേരെന്താണ്? കോഡ് അല്ലെങ്കിൽ ചാപം. ഇതെന്താണ്? ഇതിന് പറയുന്ന പേര് വ്യാസം അഥവാ ഡയമീറ്റർ എന്നാണ്. ഈ ഡയമീറ്ററിന് ഞാൻ AB എന്ന് പേര് കൊടുത്തു. ഇനി ഈ ഡയമീറ്റർ സർക്കിളിനെ എത്ര ഭാഗമാക്കി? 2 തുല്യ ഭാഗമാക്കി. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താണ്? അർദ്ധവൃത്തം. ഇതും എന്താണ്? അർദ്ധവൃത്തം. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിലെ കോണിൻ്റെ അളവിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സർക്കിളിലെ ഒരു പോയിന്റുമായിട്ട് ഈ A യോജിപ്പിച്ചു, ബിയും യോജിപ്പിച്ചു. അതായത് AB ഡയമീറ്റർ ആണ്. AB സർക്കിളിലെ ഒരു പോയിന്റായ Pയുമായിട്ട് യോജിപ്പിച്ചു. ഈ ആംഗിളിന്റെ പ്രത്യേകത നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പ്രൊട്രാക്ടർ എടുത്തു, ഈ ആംഗിൾ അളക്കുകയാണ്. എത്രയാണ്? 90 ഡിഗ്രി അല്ലേ ഇത്? എന്താ ഇത്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. അപ്പോൾ ഡയമീറ്റർ AB ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററുകൾ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇനി സർക്കിളിനകത്താണ് ഈ ഡയമീറ്ററിന്റെ പോയിന്റ്സ് കൂട്ടിമുട്ടുന്നതെങ്കിൽ ആ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇതിന് ഞാൻ Q എന്ന് പേര് കൊടുത്തു. ആംഗിൾ AQB എത്രയാണെന്ന് നോക്കാം. നോക്കിക്കേ, ആംഗിൾ AQB എത്രയാണ്? 100 ഡിഗ്രിയിൽ കൂടുതലല്ലേ? നോക്കിക്കേ, 90ൽ കൂടുതലല്ലേ? 100 ഡിഗ്രി, 104 ഡിഗ്രിയാണ് ഇവിടെ വന്നത്. എത്ര ഡിഗ്രിയാണ്? 104 ഡിഗ്രി. ഇനി പുറത്ത് ഒരു പോയിന്റിൽ ടച്ച്, ഈ AP ഞാൻ കുറച്ച് നീട്ടി വരച്ചു. ഇനി അത് ഡയമീറ്ററുമായിട്ട് യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് നോക്കാം. നോക്കിക്കേ, ഇത് എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഡയമീറ്റർ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഒന്നിൽ സെമി സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ അർദ്ധവൃത്തം എന്ന് പറയും. ഈ ഡയമീറ്ററിന്റെ Aയും Bയും കൂടി സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അത് 90 ഡിഗ്രിയിൽ കൂടുതൽ, അതായത് 104 അല്ലേ, 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ ആ ഡയമീറ്റർ ചേർന്ന ആംഗിൾ എത്രയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. പിന്നെ 90യിൽ കുറവാണെങ്കിൽ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. എങ്ങനെ നമുക്ക് പറയാം? ഇവിടെ ആംഗിൾ P എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പം Pയുടെ സ്ഥാനം എവിടെയാണ്? ഓൺ ദ സർക്കിൾ. ഇനി ആംഗിൾ Q 90യിൽ കൂടുതൽ എന്ന് പറയാനായിട്ട് ഈ വാ തുറന്നിരിക്കുന്ന വശം ഇങ്ങനെ 104 ഡിഗ്രി അല്ലേ വന്നത്. അപ്പൊ ആംഗിൾ Q 90 ഡിഗ്രി കൂടുതലാണ്. അപ്പം Qന്റെ സ്ഥാനം എവിടെയാണ്? സർക്കിളിനകത്തായിരിക്കും. ആംഗിൾ R 90 ഡിഗ്രിയിൽ കുറവാണ്. അപ്പൊ ആറിന്റെ സ്ഥാനം എവിടെയാണ്? സർക്കിളിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. അതായത് ഒരു സർക്കിൾ, ആ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കുന്നത് ഏതാണ്? ഡയമീറ്റർ ആണ്. സെന്ററിൽ കൂടി വരയ്ക്കുന്ന കോഡാണ്. അതിനാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. ഡയമീറ്റർ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഡയമീറ്റർ
ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, അത് 90ൽ കൂടുതലാണെങ്കിൽ അതിന്റെ സ്ഥാനം സർക്കിളിന്റെ എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. ഇനി ആ ഡയമീറ്റർ എന്ന് ശ്രദ്ധിച്ചോണം. ഡയമീറ്റർ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, ആ ആംഗിൾ 90ൽ കുറവാണെങ്കിൽ അത് സർക്കിളിന്റെ എവിടെയായിരിക്കും? സർക്കിളിന്റെ പുറത്തായിരിക്കും. ഈ പോയിന്റാണ് ഈ പാഠത്തിലെ ആദ്യത്തെ പോയിന്റ്. ഇനി നിങ്ങൾ അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കിക്കേ, ഇത് ഡയമീറ്റർ അല്ലേ, സെന്ററിൽ കൂടി കടന്നു പോകുന്നു. O ആണ് സെന്റർ. അപ്പോൾ ഇവിടെ ഇത് സർക്കിളിലെ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പോൾ ആംഗിൾ ACB എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ സർക്കിളിലെ ഏത് പോയിന്റിലും ആംഗിൾ ACB എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സംശയം ഉണ്ടോ? നോക്കിക്കോ. കണ്ട, ACB ഏത് പോയിന്റിലും എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ആംഗിൾ സി സർക്കിളിന് അകത്തെ പോയിന്റ് ആണെങ്കിൽ നോക്കിക്കേ, ആംഗിൾ സി എത്രയാണ് വന്നത്? 90 ഡിഗ്രിയിൽ കൂടുതലല്ലേ? ഈ പോയിന്റിൽ എവിടെയും നോക്കിക്കേ, 90 കൂടുതലല്ലേ? സർക്കിളിന് അകത്തെ എവിടെയാണെങ്കിലും എന്തായിരിക്കും? കണ്ടോ, എത്രയാണ്? 90 ഡിഗ്രിയിൽ കൂടുതലാണ്. കണ്ടോ, ഇതും 90 ഡിഗ്രിയിൽ കൂടുതലാണ്. പിന്നെ സർക്കിളിലെ പോയിന്റ് ആയപ്പോൾ 90 ഡിഗ്രിയായി. ഇനി സർക്കിളിന് പുറത്താണെങ്കിലോ നോക്കിക്കേ, എത്രയാണ് ഡിഗ്രി? 74.23. ഇത് പുറത്ത് എവിടെയും കണ്ടോ, 70 ആ ആംഗിൾ എവിടെയും എത്രയാണ്? 74.23 ആണ്. അപ്പം നോക്കിക്കേ, ആംഗിൾ സി 90ൽ കുറവാണ്. അപ്പോൾ സിയുടെ സ്ഥാനം എവിടെയാണ്? ഔട്ട്സൈഡ്. ഇപ്പോഴും കുറവാണ്. ഇപ്പം സി 90 ആയപ്പോൾ സിയുടെ സ്ഥാനം എവിടെയാണ്? ഓൺ ദ സർക്കിൾ. ഇനി സി 90ൽ കൂടുതലാണെങ്കിൽ എവിടെയാണ്? ഇൻസൈഡ് ദി സർക്കിൾ. അപ്പം ഇപ്പം പറഞ്ഞ കാര്യം എങ്ങനെ പറയാം? വ്യാസം, ഇവിടുത്തെ വ്യാസം ഏതാണ്? AB. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ ചേർന്നുണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആണെങ്കിൽ AB വ്യാസമായൊരു വൃത്തം വരച്ചാൽ അത് ഏതിൽ കൂടി കടന്നു പോകും? വൃത്തത്തിലൂടെ കടന്നു പോകും. ഇനി ABQ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിലെ ആംഗിൾ Q 90ൽ കൂടുതലാണ്. അപ്പം AB വ്യാസമായി വൃത്തം വരച്ചാൽ അത് ആ ക്യൂവിന്റെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിനകത്ത്. ഇനി ARB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ AB വ്യാസമായി വൃത്തം വരച്ചാൽ ആറിന്റെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിന് പുറത്ത്. അതായത് ഒന്നുകൂടി, AB വ്യാസമായി ABQ എന്ന് പറയുന്ന ട്രയാങ്കിള്, ABP എന്ന് പറയുന്ന ട്രയാങ്കിള്, ABR എന്ന് പറയുന്ന ട്രയാങ്കിള്. ഇവിടെ ഞാൻ AB വ്യാസമായ ഒരു വൃത്തം വരയ്ക്കുന്നു. അപ്പോൾ P-യുടെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. P 90 ഡിഗ്രിയാണ്. Q എവിടെയാണ്? 90ൽ കൂടുതലായതുകൊണ്ട് വൃത്തത്തിന് അകത്തായിരിക്കും. R 90ൽ കുറവായതുകൊണ്ട് വൃത്തത്തിന് എവിടെയായിരിക്കും? പുറത്തായിരിക്കും. അത്രയാണ് പറഞ്ഞത്. ആ കാര്യം വ്യക്തമായല്ല. ഇനി നമുക്ക് പേജ് 42-ലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ, അതുകൊണ്ട് ഒരു 3 ത്രികോണങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ താഴത്തെ വശം വ്യാസമായി വൃത്തം വരച്ചാൽ ഓരോ മൂലയും വൃത്തത്തിന്റെ എവിടെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ എത്രയാണ്? 110, 90, 70. ഇതെത്രയായിരിക്കും? ആദ്യത്തെ എത്രയാണ്? 110, അടുത്തത് 90, അടുത്തത് എത്രയാണ്? 70. അപ്പോൾ AB വ്യാസം, ഇതിന് ഞാൻ AB എന്ന് പേര് കൊടുത്തു. ഇത് വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഈ പറയുന്ന ഓരോ പോയിന്റ്സിന് ഓരോ പേര് കൊടുക്കാം. P, Q, R. കണ്ടോ, ആദ്യത്തെ പോയിന്റ് P, രണ്ടാമത്തെ പോയിന്റ് Q, മൂന്നാമത്തേത് R. ഓരോ പോയിന്റിന്റെയും സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചത്. AB വ്യാസമായി വൃത്തം വരച്ചാൽ. അപ്പൊ നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്. P
ഇതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി, 90-ൽ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയാൽ മതി. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചോദ്യത്തിൽ AB വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് തന്നിരിക്കും. എന്നിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ 90 ആണോ 90-ൽ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കേണ്ടത്. ആണെങ്കിൽ പിയുടെ സ്ഥാനം എത്രയാണ്? 90-ൽ കൂടുതലാണ്. അപ്പം പി എവിടെയായിരിക്കും? നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? പി 90-ൽ കൂടുതലാണെങ്കിൽ എവിടെയായിരിക്കും? വൃത്തത്തിനകത്ത്. 90 ആണെങ്കിൽ വൃത്തത്തിൽ. 90-ൽ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തെന്നല്ലേ പഠിച്ചത്. അപ്പം പിയുടെ സ്ഥാനം എവിടെയാണ്? പി എവിടെയാണ്? വൃത്തത്തിനകത്ത്. ക്യൂ എവിടെയാണ്? വൃത്തത്തിൽ. ആർ എവിടെയാണ്? വൃത്തത്തിന് പുറത്ത്. എ ബി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. AB ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ പി അല്ലേ 110 ഡിഗ്രി ഇവിടെ വരും. ഇവിടെ എന്ത് വരും? Q 90 ഡിഗ്രി വരും. R എത്ര വരും? 70 ഡിഗ്രി വരും അല്ലെ 110. അതായത് ഇങ്ങനെ AB ഡയമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ AB വ്യാസമായിട്ട് സർക്കിൾ വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ അടുത്ത ട്രയാങ്കിളിന്റെ അടുത്ത ആംഗിൾ നോക്കിയാൽ മതി. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിൾ വൃത്തത്തിലും, 90-ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്തും, 90-ൽ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തുമായിരിക്കും.